ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. ഇന്ന് നമുക്ക് കളർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്ലവർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കളറിലെ പേപ്പറാണ് എടുത്തേക്കണേ. പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ ഓറഞ്ചും വയലറ്റും ആണ് എടുത്തേക്കണേ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ചെയ്യാനായിട്ട് ഞാൻ ആ ഒരു വയലറ്റ് കളർ പേപ്പറാണ് എടുക്കണേ. അപ്പോൾ ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിലായിട്ട് കുറച്ച് സർക്കിൾ ഷേപ്പിൽ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം 5 സെൻറ്റിമീറ്റർ അളവിലൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ 4 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, അങ്ങനെ 4 അളവിലുള്ള സർക്കിൾസാണ് എടുക്കുന്നത്. പിന്നെ ഓരോ അളവിലുള്ളത് 2 പീസ് വെച്ചിട്ട് വേണം കേട്ടോ. അതായത് 5 സെൻറ്റിമീറ്ററിലുള്ള 2 പീസ് നമുക്ക് വേണം. അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്ററിലും 3 സെൻറ്റിമീറ്ററിലൊക്കെയുള്ള 2 പീസ് വെച്ചിട്ട് വേണം കേട്ടോ. അങ്ങനെ ഒന്ന് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പെറ്റൽസിന് ആവശ്യമായിട്ടുള്ള പേപ്പർ പീസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പെറ്റൽസ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ പീസ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി പെൻസിൽ വെച്ചിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെടുത്തിട്ടുള്ള എല്ലാ പേപ്പർ പീസും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ സ്കെയിൽ വെച്ചിട്ട് ഓരോ ഭാഗവും ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. മടക്കിയെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടണേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പീസും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓരോ പീസിൽ നിന്ന് നമുക്കൊരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരേ അളവിലുള്ള 2 പീസ് വെച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പീസിൽ നിന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒരു 3 ഭാഗം വരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ സ്കെയിൽ വെച്ച് ഇങ്ങനെ മടക്കി കൊടുത്തില്ലേ, അങ്ങനത്തെ ഒരു 3 ഭാഗം വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാം. അടുത്ത അതേ അളവിലുള്ള അടുത്തൊരു ഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്നായിട്ട് ഇതുപോലെ നമ്മൾ 6 എണ്ണം വരുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാത്തിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ പീസിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ആ പെറ്റലിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ആ പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പെറ്റൽസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഏറ്റവും സൈസ് കൂടിയ പെറ്റൽ എടുക്കുക. എന്നിട്ട് അതിനുള്ളിലായിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് കുറച്ചുകൂടി സൈസ് പറഞ്ഞ പെറ്റലുണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി അതിനേതും സൈസ് പറഞ്ഞത് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെറ്റൽസ് ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ ഇതേ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു കളറിലെ പേപ്പർ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഓറഞ്ച് കളർ പേപ്പറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നായിട്ട് ഒരു കുഞ്ഞൻ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയാനായിട്ടില്ല, ഇതുപോലൊരു പീസ് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. പിന്നെ ഞാനതിൻ്റെ വിടുത്തൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഒരുപാട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കത്രികയോ സ്കെയിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ സൈഡിൽ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ.
ഇനി അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമുക്ക് ആ ഒരു പീസ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലീവ്സും സ്റ്റെമ്മൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നിന്നൊരു ചെറിയ പീസ് എടുക്കുന്നുണ്ട്. ഇനി ഒരു ഇറുക്കിൽ വെച്ചിട്ട് നമ്മളതൊന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു എൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് തന്നെ നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മടക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൽ നിന്ന് നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ പെറ്റൽസൊക്കെ ഒട്ടിച്ച് കൊടുത്തില്ലേ, ആ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ലീവ്സ് കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഒന്ന് മടക്കി എടുക്കുക. എന്നിട്ട് ഇതേ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഫ് കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇനി അതൊക്കെ നമ്മുടെ ഫ്ലവറിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ പെറ്റലിൻ്റെ ഷേപ്പിൽ ചെയ്തെടുത്തില്ലേ, അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ സ്റ്റെമ്മും ലീവ്സും കൂടി ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ അത്രയേ ഉള്ളൂ, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.